എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൈത്തൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3 ആണ് നോക്കാൻ പോകുന്നത്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 15 മാർക്ക് എങ്ങനെ ഒപ്പിക്കാമെന്ന് തന്നെ നോക്കാം. സെലക്ഷൻ ആൻഡ് ഇറ്ററേഷൻ ആണ് ഫസ്റ്റ്. അതിൽ തന്നെ ഇഫ് എൽസ്, ഫോർ ലൂപ്സ്, റേഞ്ച്, വൈൽ ലൂപ്പ് ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം അതിൻ്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് സീക്വൻസ് ആൻഡ് ഡേറ്റ ടൈപ്സ് അതിൽ തന്നെയുണ്ട് ലിസ്റ്റ്. ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് നോട്ട്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് ആ കോൺടാക്ട് നമ്പറിലേക്ക് ഡീറ്റെയിൽസിന് വേണ്ടി നമ്പർ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഡിക്ഷണറി അറേ ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതായത് നിങ്ങൾക്ക് ഒരു ഗിവൻ അറേ തന്നിരിക്കും, അത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം എഴുതാനായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ഡീകമ്പോസിഷൻ ആൻഡ് മോഡലൈസേഷൻ ആണ്. അതിൻ്റെയും എന്താണ് ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. എന്താണ് ആ ഒരു പ്രോബ്ലം സ്ട്രാറ്റജി, പ്രോബ്ലം ഡീകമ്പോസിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് മോഡലൈസേഷൻ ആൻഡ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈത്തൺ ഫങ്ഷൻസിൽ നിന്ന് കുറഞ്ഞത് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും. അതും ഫംഗ്ഷൻ അവർ എടുത്ത് പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് വരുന്ന ഫംഗ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ പ്രോബ്ലംസിൽ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു പോയിന്റ് ആണ് റീകർഷൻ. അപ്പോൾ അതിൽ ഡെഫിനിഷൻ ഉണ്ട്, അതിൻ്റെ റീസൺ ഉണ്ട്, കോൾ സ്റ്റാക്ക് മെത്തേഡ് ഉണ്ട്, അതിൻ്റെ സാമ്പിൾ പ്രോബ്ലം ഇപ്പോൾ ഒരുപാട് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് അതിൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ടേ പോകാവൂ. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണ് ഗൈസ് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എ പ്രോഗ്രാം ഫോർ ദി സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം എൻ ഗിവൻ നമ്പേഴ്സ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പൈത്തണിൽ പഠിക്കുന്നതെല്ലാം ഇപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കാം. ഇപ്പോൾ മൊഡ്യൂൾ 1 വരുമ്പോൾ അതിലൊരു മെത്തേഡ്, മൊഡ്യൂൾ 3 വരുമ്പോൾ വേറൊരു മെത്തേഡ്. സംഗതി സെയിം തന്നെയായിരിക്കും. സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഓഫ് എൻ ഈവൻ നമ്പേഴ്സ് എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ റീകർഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താണ് പൈത്തൺ പ്രോഗ്രാം, എന്തിനു വേണ്ടിയുള്ള പൈത്തൺ പ്രോഗ്രാം, എൻ നമ്പർ ഓഫ് ഫിബൊനാച്ചി സീരീസിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെയും മൊഡ്യൂൾ 2 കണ്ടു ഒരു സീക്വൻസ് എഴുതാനായിട്ട്, അല്ലേ, ഒരു സ്യൂഡോ കോഡ് എഴുതാനായിട്ട്. അവിടെ ആ മെത്തേഡ്, ഇവിടെ എന്താ റീകർഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു പ്രോഗ്രാം നോക്കിയേ, ഇപ്പോൾ ഇവിടെ നോക്കിയേ പ്രോഗ്രാം എഴുതുകയാണ്. അതെന്താണ്, നമ്മുടെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. സിമ്പിളാണ്. നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം എഴുതുക എന്നുള്ള ഒരു സിമ്പിൾ സാധനമാണ്. അപ്പോൾ അതിനും മെത്തേഡ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പിൾ പ്രോബ്ലംസും സോൾവ് ആൻസേഴ്സ് നമ്മൾ പറയും. നമ്മൾ ഇതെന്തായാലും തുടക്കമാണ്. സോ എന്തായാലും പഠിച്ചു തുടങ്ങുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അടുത്തത് മൊഡ്യൂൾ 4 ആയിട്ട് കാണും ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക.